ഒരു മോഷ്ടാവിൻ്റെ ഡയറിയുടെ തുടർഭാഗം. ഭദ്രൻ എഴുന്നേറ്റു. സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അയാൾ ഓർത്തത്, അവൻ വീട്ടിൽ തനിച്ചാണല്ലോ. തന്നെ അന്വേഷിക്കും. ഉടൻ വീട്ടിലെത്തണം. അയാൾ വളരെ വേഗം വീട്ടിലെത്തി. അവൻ കാത്തിരിപ്പുണ്ടായിരുന്നു. അച്ഛൻ എന്താണ് താമസിച്ചത്? ഞാൻ പേടിച്ചു പോയി. ഇത്രയും നേരം എവിടെയായിരുന്നു? അതിനയാൾ വളരെ ലാഘവത്തോടെ ഉത്തരം പറഞ്ഞു. നാളെ നമുക്ക് പട്ടണത്തിലേക്ക് പുതിയ പഠനത്തിന് പോകണ്ടേ? അതിനായി ഇച്ചിരി പണത്തിന് ആവശ്യമായി വന്നു. ഞാൻ കിട്ടാനുള്ളിടത്തു നിന്നെല്ലാം വാങ്ങിക്കുവാൻ പോയതായിരുന്നു. അതാണ് താമസിച്ചത്. പിറ്റേന്ന് അതിരാവിലെ തന്നെ അവർ ഇരുവരും പട്ടണത്തിലേക്ക് പോയി. അവിടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു ആനന്ദിന്. അവിടെ ചേർത്തതിന് ശേഷം ഭദ്രൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വരും വഴിയെല്ലാം ഭദ്രൻ്റെ ചിന്ത, ഇനി ഒരുപാട് പണത്തിനായി തനിക്ക് ആവശ്യമുണ്ട്. കാരണം ആനന്ദിന് നല്ലൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ ഇനിയും പഠിക്കണം. അവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം. തനിക്ക് നേടാൻ പറ്റാത്തത് അവനെങ്കിലും നേടട്ടെ. പക്ഷേ താൻ ആരാണെന്നറിയുന്ന ആ നിമിഷത്തെക്കുറിച്ച് അയാൾ ഭയന്നിരുന്നു. എങ്കിലും താൻ ഏറ്റെടുത്ത ദൗത്യം പരിപൂർണമായും വിജയിപ്പിക്കുവാൻ അയാൾ കഠിനാധ്വാനം ചെയ്യുവാൻ തീരുമാനിച്ചു. അതിനായി പല വമ്പന്മാരുടെ വീടുകളിലും അയാൾ തിരഞ്ഞുപിടിച്ച് മോഷണം നടത്തി. ഒരിക്കലും ഭദ്രൻ സാധാരണക്കാരുടെ വീടുകൾ തേടി മോഷണത്തിനായി ഇറങ്ങുകയില്ലായിരുന്നു. കാരണം അന്നത്തെ അന്നം തേടുന്ന അവരുടെ ഒന്നും മോഷ്ടിക്കുവാൻ അയാൾക്ക് താല്പര്യവുമില്ലായിരുന്നു. അങ്ങനെ ആനന്ദ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തൊഴിലധിഷ്ഠിത കോച്ചിങ് ക്ലാസ്സുകളിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതിനായി ഒരുപാട് പണം ആവശ്യമായി വന്നു. മോഷണം മാത്രമല്ല ഭദ്രൻ ചെയ്യാറുള്ളത്. ചിലപ്പോഴൊക്കെ പല ആശുപത്രികളിലും തൻ്റെ രക്തം കൊടുത്ത് പണം മേടിക്കുന്ന പതിവുമുണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി അവസാന വർഷ പരീക്ഷ കഴിഞ്ഞ് പല ടെസ്റ്റുകളും ആനന്ദ് എഴുതി. അതിലൊന്ന് പോലീസ് സബ് ഇൻസ്പെക്ടർ ടെസ്റ്റായിരുന്നു. ആ ടെസ്റ്റിൽ ആനന്ദ് റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടി. അങ്ങനെ ആനന്ദിന് സബ് ഇൻസ്പെക്ടറിൻ്റെ സെലക്ഷൻ കിട്ടുകയും ട്രെയിനിങ്ങിനായി പോകേണ്ടതായും വരുന്നു. ആനന്ദിനെ യാത്രയാക്കിയതിനു ശേഷം തിരികെ വീട്ടിൽ വന്ന ഭദ്രൻ വളരെയേറെ വിഷമതനായി കാണപ്പെട്ടു. താനിനി എന്തു ചെയ്യും? അവൻ ഒരു സബ് ഇൻസ്പെക്ടർ ആകുന്നതിൽ തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അവനെ വളർത്തിയത് ഒരു മോഷ്ടാവാണെന്നറിയുന്ന നിമിഷം അവൻ എന്നെ കുറ്റപ്പെടുത്തുകയില്ലേ? എന്നെ തള്ളിപ്പറയുകയില്ലേ? ഒരു മോഷ്ടാവിൻ്റെ പണം കൊണ്ടാണ് അവനൊരു പോലീസുകാരനായതെന്ന് ഓർക്കുമ്പോൾ അവന് സ്വയം പുച്ഛം തോന്നുകയില്ലേ? അവൻ്റെ മുൻപിൽ ഇനി ഒരിക്കലും ചെന്നു നിൽക്കാൻ താൻ അർഹനല്ല. അവൻ പ്രാപ്തനായി കഴിഞ്ഞു. ഈ ഒരു ടെസ്റ്റും ഇതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു കഴിയുമ്പോൾ അവനൊരു ഇൻസ്പെക്ടറാകും. അവൻ്റെ കൺമുമ്പിൽ പെടാതെ അതിനു മുമ്പേ ഞാൻ ഈ നാട് വിടും. അയാൾ ഉറച്ച മനസ്സോടെ പ്രതിജ്ഞയെടുത്തു. ട്രെയിനിങ് കഴിഞ്ഞ് ആനന്ദിന് സെലക്ഷനും കിട്ടി. ആ സന്തോഷ വാർത്തയുമായി ആനന്ദ് വീട്ടിലെത്തി. വീട് പൂട്ടിക്കിടക്കുന്നു. ഭദ്രൻ എവിടെ പോയെന്ന് ഒരറിവുമില്ല. താൻ വരുന്നു എന്നറിയുമ്പോൾ മുതൽ വഴിക്കണ്ണുമായി നിൽക്കുന്ന അച്ഛനെ ഇനി ഞാൻ എവിടെ പോയാണ് നോക്കേണ്ടത്? തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ആദ്യം അറിയിക്കേണ്ടയാൾ എവിടെ? ആനന്ദിൻ്റെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവസാനം അവൻ വികാരി അച്ഛൻ്റെ അടുത്തെത്തി. ഭദ്രൻ എന്ത് വിഷമമുണ്ടെങ്കിലും അവസാനം ഭദ്രൻ കാണുന്ന ഏകമാർഗം വികാരി അച്ഛനാണ്. ഭദ്രനെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാൾ അച്ഛനാണ്. ആനന്ദ് ചോദിച്ചു, അച്ഛൻ എൻ്റെ അച്ഛനെ കണ്ടുവോ? അച്ഛൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിനക്ക് സുഖമാണോ? അതെ, നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഭദ്രൻ ഇനി ഒരിക്കലും നിന്റെ മുൻപിൽ വരില്ല. ആനന്ദ് ഞെട്ടിപ്പോയി. അതെന്താ? അച്ഛൻ ഭദ്രൻ്റെ ജീവിതകഥ ചുരുക്കി പറഞ്ഞു. ഒരുപാട് മോഷണങ്ങൾ നടത്തി ആണ് നിന്നെ അവൻ പഠിപ്പിച്ചത്. ഒരു മോഷ്ടാവിൻ്റെ മകനെന്ന പേരിൽ കുഞ്ഞ് അറിയപ്പെടരുതെന്നും നീ സ്വയം ജീവിക്കുവാൻ പ്രാപ്തനായെന്നും ഇനി ഒരിക്കലും നിന്റെ മുൻപിൽ നിൽക്കാൻ അവൻ യോഗ്യനല്ലെന്നും പറഞ്ഞ് ഈ നാട് വിട്ടു. നിനക്ക് സമ്മാനമായി തരാൻ അവൻ്റെ കയ്യിൽ ആകെയുള്ളത് ആ വീടും 2 സെൻറ് സ്ഥലവുമാണ്. അത് കുഞ്ഞ് സ്വീകരിക്കണമെന്നും ഇനി ഒരിക്കലും ഭദ്രൻ മോഷ്ടിക്കില്ലെന്നും കുഞ്ഞിനോട് പറയണമെന്ന്
എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, കുഞ്ഞെ, ഭദ്രൻ ഒരു മോഷ്ടാവാണ്. പക്ഷേ അവനെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഒരുപക്ഷെ ഈ സമൂഹമാണ്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടന്ന അവൻ ആരുടെയൊക്കെ മുമ്പിൽ കൈനീട്ടിയിട്ടും ഒരു തെരുവ് നായയെപ്പോലെ ആട്ടിപ്പായിച്ചു. അവസാനം അവൻ കണ്ട മാർഗം മോഷണം മാത്രമായിരുന്നു. മോഷണം പോലുള്ള തൊഴിലുകളിലേക്ക് ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അവരെ അവിടെ നിന്നും തിരിച്ച് പിടിച്ചിറക്കുവാൻ സാധിക്കില്ല. അതിന് അതിൻ്റേതായ ഒരു മാസ്മരിക ശക്തിയുണ്ട്. അങ്ങനെയാണ് ഭദ്രൻ ഒരു മോഷ്ടാവായി തീർന്നത്. അവനെ അവിടെ നിന്നും ഉപദേശിച്ച് നേരായ മാർഗത്തിലേക്ക് ഇറക്കുവാൻ ആരും ശ്രമിച്ചിട്ടുമില്ല. അവന് ഇത് നിർത്തിയിട്ട് പുതിയൊരു തൊഴിൽ നീ എന്ന് പറഞ്ഞ് ഒരു ജോലി ചോദിച്ചാൽ പോലും ആരും കൊടുക്കുകയുമില്ല. അങ്ങനെ അയാൾ സ്ഥിരം ഒരു മോഷ്ടാവായി മാറ്റപ്പെട്ടു. അതിനയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിങ്ങുന്ന ഹൃദയവുമായി ആനന്ദ് പള്ളി വികാരിയുടെ അടുത്തു നിന്നും ഇറങ്ങി പല സ്ഥലത്തും അന്വേഷിച്ചു. കണ്ടെത്താനായില്ല. അവസാനം ആ വീട് പൂട്ടി ഇറങ്ങുമ്പോൾ ആ കാക്കി വേഷവും ടോർച്ചും അവൻ നിധി പോലെ തൻ്റെ പെട്ടിക്കുള്ളിൽ വെച്ചിരുന്നു. പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തു. തൃശ്ശൂരായിരുന്നു ആദ്യ നിയമനം. അതുകൊണ്ട് അതിരാവിലെ കുളിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു. തിരിച്ചിറങ്ങി ഒരു കടയിൽ കയറി കാപ്പി കുടിക്കുവാനായിരുന്നു. എവിടെ പോയാലും ആനന്ദിൻ്റെ കണ്ണുകൾ പരതുന്നുണ്ടായിരുന്നു. ഭദ്രൻ എന്ന ആ രൂപം എവിടെയെങ്കിലുമുണ്ടോ എന്നറിയാൻ യാത്ര ചെയ്യുമ്പോഴും എല്ലാം ആനന്ദിൻ്റെ കണ്ണുകൾ തിരഞ്ഞത് ഭദ്രനെയായിരുന്നു. തൊട്ടടുത്ത് മേശ തുടയ്ക്കുന്ന ആളെ ആനന്ദ് ശ്രദ്ധിച്ചു. എന്താണ് വേണ്ടത് സർ? വെയിറ്റർ വന്ന് ചോദിച്ചിട്ടും ആനന്ദ് ചിന്തകളിൽ നിന്ന് ഉണർന്നില്ല. മേശ തുടയ്ക്കുന്നയാൾ നുകർന്നപ്പോൾ ആനന്ദ് ഞെട്ടിപ്പോയി. അത് ഭദ്രനായിരുന്നു. തന്നെ കണ്ടതും ഒരു കുറ്റവാളിയെപ്പോലെ കുനിഞ്ഞു നിന്നു. ആനന്ദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അയാളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഒപ്പം വന്നേ പറ്റൂ. ഞാൻ ആരെന്നറിഞ്ഞില്ലേ? ഫാദർ പറഞ്ഞില്ലേ? അറിഞ്ഞു. എന്നിട്ടും ഞാൻ വരണോ? നാളെ നിനക്ക് ഒരപമാനമാകും ഞാൻ. നിൻ്റെ തൊഴിലും എൻ്റെ തൊഴിലും തമ്മിലുള്ള വ്യത്യാസം നിനക്കറിയില്ലേ? അങ്ങ് വന്നില്ലെങ്കിൽ ഞാൻ ഈ ജോലി വേണ്ടെന്ന് വയ്ക്കും. അവസാനം അയാൾ ആനന്ദിനൊപ്പം പോയി. അന്നു മുതൽ ഭദ്രൻ പുതിയൊരു മനുഷ്യനായി മാറിക്കഴിഞ്ഞിരുന്നു. ആനന്ദ് ജോലിക്ക് പോകുമ്പോൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന ജോലിക്ക് ഭദ്രൻ പോകും. കാരണം വെറുതെ ഇരിക്കുവാൻ അയാൾക്കാവില്ല. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിക്കുവാൻ തീരുമാനിച്ചു.